സിനിമകളിൽ കമ്പാരിസൺ പലപ്പോഴും പ്രശ്നമാവാറുണ്ട്. അതായത് ഒരു നടനെ മറ്റൊരു നടനായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ വേറെ ചില നടന്മാർ ചെയ്ത കഥാപാത്രങ്ങളായിട്ട് കമ്പയർ ചെയ്യുക, ഇതൊക്കെ പലപ്പോഴും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത്തരത്തിലൊരു ചെറിയൊരു വിവാദം ഈ അടുത്ത് ഒരു നടനുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തിരക്കഥാകൃത്തായി വന്ന് വില്ലനായി പിന്നെ നായകനൊക്കെ ആയിട്ടൊക്കെ അത്യാവശ്യം സിനിമകളൊക്കെ ചെയ്ത് പേരെടുത്തൊരു നടനാണ് ബിബിൻ ജോർജ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ്, കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ അവർ ചെയ്ത സിനിമകളും അതൊക്കെ നമുക്ക് വളരെ ഇഷ്ടമുള്ള സിനിമകളാണ്. അപ്പോൾ ബിബിൻ ജോർജ് നായകനായിട്ട് നമുക്കറിയാം ഒരു ബോംബ് കഥ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് വന്ന് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ബിബിൻ ജോർജ് പിന്നീട് നായകനായിട്ടും അല്ലാതെ ചെറിയ വേഷങ്ങളിലൊക്കെ പല സിനിമകളും ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് ബിബിൻ ജോർജ് അഭിനയിച്ചൊരു സിനിമ കൂടൽ എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി. തിയേറ്റർ അങ്ങനെ വലിയ വിജയമൊന്നും അല്ലായിരുന്നു. ആ സിനിമ OTT ഇറങ്ങിയ ശേഷം കുറേ ട്രോളുകളൊക്കെ അതിനെക്കുറിച്ച് എന്താ പറയുക, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിൽ മെയിനായിട്ടുള്ളൊരു ട്രോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കമ്പാരിസണാണ്. അതായത് ചാർലി സിനിമയായിട്ടുള്ളൊരു കമ്പാരിസൺ. നമുക്കറിയാം 2015 10 വർഷം മുമ്പ് റിലീസ് ചെയ്ത സിനിമയാണ് ചാർലി. ആ ഒരു സിനിമയായിട്ടുള്ളൊരു കമ്പാരിസൺ, അതായത് ചാർലിയുടെ കോപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു തമാശ രൂപേണ കളിയാക്കുന്ന രീതിയിലൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ബിബിൻ ജോർജ് പ്രതികരിച്ചു എന്നും പറഞ്ഞ് ഞാനൊരു ആർട്ടിക്കിൾ കണ്ടു. അതായത് ബിബിൻ ജോർജ് അതിൽ പറയുന്നത് ഇത് ചാർലിയായിട്ട് കമ്പയർ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇതൊരു വേറൊരു സിനിമയാണ്. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് വിഷമമായിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് ആ ഒരു ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പാരിസൺ അല്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത് സിനിമ കാണാത്തവരാണ് ഇതിനെ കളിയാക്കുന്നത്. ചില ക്ലിപ്പ് നമുക്കറിയാം, ചില ഒരു അതിപ്പോൾ സിനിമയായാലും ചില ഇൻ്റർവ്യൂസ് ആയാലൊക്കെ ചെറിയൊരു ബിറ്റ് മാത്രം എടുത്ത്, അതായത് ചിലപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ ഇൻ്റർവ്യൂ ആയിരിക്കും, അതൊന്നൊരു 30 സെക്കൻഡോ 1 മിനിറ്റിന് ഒരു ഭാഗം മാത്രം, അതിൻ്റെ പിന്നിലോ എന്താ പറയുക അതിന് മുമ്പോ ഒക്കെ എന്താണ് പറഞ്ഞത് എന്ന് വ്യക്തമാക്കാത്ത തരത്തിൽ ചെറിയ ഭാഗം മാത്രം എടുത്ത് അതിനെ പൊലിപ്പിച്ചിട്ടും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് കുറേ അറ്റാക്കൊക്കെ സെലിബ്രിറ്റീസിന് നേരെയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ആർക്കായാലും, രാഷ്ട്രീയമായാലും സിനിമയായാലും ഒക്കെ സാഹിത്യമായാലും ഒക്കെ സംഭവിക്കാറുണ്ട്. അതുപോലെയാണ് ഇത് എന്നുള്ള രീതിയിലാണ് ആ ഒരു ആർട്ടിക്കിൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഇത്രമാത്രം കളിയാക്കേണ്ടതല്ല, ഇത് എന്താ പറയുക സിനിമ കാണാത്തവരാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ മുമ്പ് വെടിക്കെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിനെതിരെയും കുറച്ച് സിനിമയിൽ മോശം റിവ്യൂസും അല്ലെങ്കിൽ ആ സിനിമയെ മോശമായിട്ടുള്ള കുറേ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് സ്പ്രെഡായി കഴിഞ്ഞപ്പോഴും അന്നും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബിബിൻ ജോർജ് രംഗത്ത് വന്നിരുന്നു. അത് കോളനിക്കാരുടെ ഒരു സിനിമയാണ്, ഞാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സിനിമ ചെയ്തതാണ്, എന്തിനാണ് ഇതിനെ എങ്ങനെ പറയുന്നതെന്നൊക്കെ ബിബിൻ ജോർജ് അന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതപ്പോൾ എനിക്ക് ഈ ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഈ കമ്പാരിസനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. കാരണം പണ്ട് നമുക്കറിയാം ശിവം എന്ന് പറയുന്നൊരു സിനിമ, ഷാജി കൈലാസ് എന്ന് ബിജു മേനെ നായകനാക്കി ചെയ്തൊരു സിനിമ. ബിജു മേന അതിന് മുമ്പ് ഷാജി കൈലാസിൻ്റെ സിനിമകളൊക്കെ FIR പോലത്തെ സിനിമകളൊക്കെ ഗംഭീരമായിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുള്ള നടനാണ്. അന്ന് സ്ഥിരമായിട്ട് പോലീസ് വേഷങ്ങൾ നമുക്കറിയാം, FIR ആയിക്കോട്ടെ പത്രം ആയിക്കോട്ടെ, ബിജു മേനൻ ഗംഭീരമായിട്ടുള്ള ഒരു നടൻ തന്നെയാണ്. അന്നും അത് ഇന്നും അതെ. അന്നത്തെ ചില പോലീസ് വേഷങ്ങളൊക്കെ ഗംഭീര സാധനങ്ങളാണ്. അപ്പോൾ ശിവം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, പക്ഷേ ഈ മാഗസീൻസിലായാലൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ അന്ന് വന്നിരുന്നത് മോഹൻലാലിനെ പോലെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ. അതായത് നമ്മളറിയാം ഷാജി കൈലാസിൻ്റെ സിനിമകളെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ പോലീസ് വേഷങ്ങൾ, പിന്നെ മമ്മൂക്ക, അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഒക്കെ നരസിംഹ പോലത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പോലീസ് വേഷം മെയിനായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് ഷാജി കൈലാസിൻ്റെ മമ്മൂക്കയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയൊക്കെയാണ്. അപ്പോൾ ഇവരെ കമ്പയർ ചെയ്തിട്ട് ആ സിനിമ ബിജു മേനോൻ്റെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുക, എന്നിട്ട് ആ ഒരു സിനിമ അന്ന് പരാജയമാണോ അതോ വൻ സൂപ്പർ ഹിറ്റ് അല്ലായിരുന്നു എന്തായാലും ശിവം എന്നൊരു സിനിമ. പക്ഷേ ഇന്ന് പിന്നെ കാണുമ്പോൾ രസകരമായിട്ടൊക്കെ നമുക്ക് ആ സിനിമ തോന്നാറുണ്ട്. കാരണം ഇന്നിപ്പോൾ അതിൻ്റെ ചില ക്ലിപ്പുകളൊക്കെ എടുത്തിട്ട് ബിജു മേനോൻ്റെ കുറേ ഹീറോയിസം സീൻസൊക്കെ എടുത്തിട്ട് കുറേ ഡയലോഗ്സൊക്കെ എടുത്തിട്ടൊക്കെ, പിന്നെ സായ്കുമാറിൻ്റെ ഒക്കെ ഗംഭീര റോളൊക്കെയാണത്. അതൊരു മോശം സിനിമയൊന്നുമല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അന്ന് അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം ജനപ്രിയൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ ജയസൂര്യ നല്ല ഒരു വേഷമായിരുന്നു, ജയസൂര്യയുടെ നല്ല ഗംഭീര പെർഫോമൻസ് ഉണ്ട്. അന്നും ഈ പറഞ്ഞ ജയസൂര്യ അതിൽ ഒരു എന്താ പറയുക ഒരു കോട്ടയം ആ ഒരു ഏരിയയിലേക്കുള്ള ഇടുക്കിയോ അവിടെയുള്ള ആൾക്കാരുടെ ഭയങ്കര ഉറക്കം സംസാരിക്കുന്ന, അപ്പോൾ അത് ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയായിട്ടൊരു കമ്പാരിസൺ ആണെന്ന് പറഞ്ഞത്. അത് Day 1 തന്നെ അന്ന് ഒരു 2 ഷോ കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ ഒരു അഭിപ്രായം. അന്ന് ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് ഉള്ളൊരു ഇൻസ്റ്റാഗ്രാമൊന്നും ആയിട്ടില്ല, പക്ഷേ ഫേസ്ബുക്കിലൊക്കെ സിനിമകളുടെ ചർച്ചകളൊക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ അന്ന് ഇതുപോലെ തന്നെ മമ്മൂക്കയായിട്ടൊരു കമ്പാരിസൺ അന്ന് വന്നിരുന്നു. അത് എപ്പോഴും അങ്ങനെ സംഭവിക്കുന്നതാണ്. നമുക്കറിയാം ഇപ്പോൾ അതിപ്പോൾ സൂപ്പർ സ്റ്റാർസ് അഭിനയിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു സൂപ്പർ സ്റ്റാർ അതേപോലത്തെ തരത്തിലുള്ള വല്ല കഥാപാത്രം ചെയ്താലൊരു കമ്പാരിസൺ വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കമ്പാരിസൺ എപ്പോഴും നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അത് നല്ലതുമുണ്ട്, അതിന് ദോഷമുണ്ട്.
അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കുറച്ച് പഴയ ചില കാര്യങ്ങൾ ഓർമ്മ വന്നു. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പ്രൈം മിനിസ്റ്ററിൻ്റെ കാലം മുതലേ ഒരു കമ്പാരിസൺസ് വരുന്നുണ്ട്. ഒരു നടൻ ചെയ്യാൻ പറ്റുന്ന വേഷം മറ്റൊരു നടൻ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന കമ്പാരിസൺസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് നമ്മളോട് പറയുക. ഇപ്പോൾ പൃഥ്വിരാജ് ചില വേഷങ്ങൾ ചെയ്യുമ്പോൾ, അച്ചായൻ വേഷങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ലാലേട്ടൻ്റെയൊക്കെ അല്ലെങ്കിൽ മമ്മൂക്കയുടെയൊക്കെ ചില അച്ചായൻ വേഷങ്ങളൊക്കെ ആയിട്ടൊക്കെ കമ്പാരിസൺസ് നമുക്ക് വരാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം.